അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂസ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 96-ാമത്തെ അധ്യായമായ സൂറത്തുൽ അലഖ് പഠനം ആരംഭിക്കുകയാണ്. സൂറത്തുൽ അലഖ് നമുക്ക് സുപരിചിതമായ ഒരു സൂറയാണ്. ഈ സൂറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ അവതരിച്ചതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി അവതരിച്ച 5 സൂക്തങ്ങൾ ഈ സൂറയിലാണ് ഉള്ളത്. ഈ സൂറ 96-ാമത്തെ അധ്യായമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളത്. എന്നാൽ അവതരണക്രമം അനുസരിച്ച് ഈ സൂറ എത്രാമത്തേതായിരിക്കും? തീർച്ചയായും അത് 1-ാമത്തെ സൂറയാണ്, അല്ലേ? ഈ സൂറയിൽ ആകെ 19 സൂക്തങ്ങളാണുള്ളത്. ആദ്യത്തെ 5 സൂക്തങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായിട്ട് അവതരിച്ചത്. തുടർന്നുള്ള 14 സൂക്തങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ അവതരിച്ചതാണ്. എന്നാൽ ഈ ആദ്യ സൂക്തങ്ങളുമായിട്ട് വളരെയേറെ റിലേറ്റഡ് ആണ്, ബന്ധമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ 96-ാമത്തെ സൂറയാണ് അൽ അലഖ് എന്ന് പറഞ്ഞല്ലോ. അത് ഖുർആനിൻ്റെ നിലവിലുള്ള ക്രമം അനുസരിച്ചാണത്. അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് സൂറത്തുകളുടെ ക്രമം നിശ്ചയിച്ചത്. എന്നാൽ ഇത് 1-ാമത്തെ സൂക്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ച ആദ്യ സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറയാണെന്ന് പറഞ്ഞു. ശരിക്കും ഖുർആനിനെ നമുക്ക് 2 തരത്തിൽ പഠിക്കാം. ഒന്ന്, സൂറത്തുൽ ഫാത്തിഹയിൽ തുടങ്ങിയിട്ട് സൂറത്തുൻ നാസിൽ പൂർണ്ണമാകുന്ന രൂപത്തിൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഖുർആനിലുള്ള ക്രമം അനുസരിച്ചുള്ളൊരു പഠനം. മറ്റൊരു പഠനം എങ്ങനെയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യം അവതരിച്ച സൂക്തങ്ങൾ, ഇഖ്റ ബിസ്മിയിലെ ആദ്യ 5 സൂക്തങ്ങൾ, പിന്നീട് അവതരിച്ച സൂക്തങ്ങൾ, മക്കയിൽ പിന്നെ ആ ക്രമം അനുസരിച്ച് അവതരിച്ചത്, അത് കഴിഞ്ഞ് മദീനയിലെത്തുന്നു, അവിടെ അവതരിച്ചത്, ഒരുപാട് സംഭവ വികാസങ്ങളിലൂടെ കടന്ന് അങ്ങനെ ഫത്ഹ് മക്കയും ഹജ്ജത്തുൽ വദാഉം എല്ലാം പിന്നിട്ട് അവസാനമായി അവതരിച്ച സൂക്തത്തിൽ ചെന്ന് നിൽക്കുന്ന ഒരു പഠനം. അത് വളരെ രസകരമായിരിക്കും, അല്ലേ? ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് ആ സമൂഹം ഖുർആൻ അനുസരിച്ച് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ രൂപപ്പെടുന്ന ഒരു ഇസ്ലാമിക് സൊസൈറ്റിയെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. വളരെ രസകരമായിരിക്കും അത്. ശരിക്കും നമ്മളും അങ്ങനെ ഒന്ന് പഠിച്ചാൽ നമുക്ക് ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങളെ അതിൻ്റെ ക്രമം അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്ന ഗുണം കൂടി അതിനുണ്ട്. ഈ സൂറയുടെ പശ്ചാത്തലം നമുക്കറിയാം. 2 തലത്തിലാണ് ചരിത്രപരമായിട്ട് ഈ സൂറയെ നാം മനസ്സിലാക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ആദ്യം അവതരിച്ച 5 സൂക്തങ്ങളായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറമിൻ്റെ അടുത്ത് മക്കയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ തടയാൻ ശ്രമിച്ച അബൂജഹൽ എന്ന ഖുറൈശി നേതാവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ്. ആദ്യ സൂക്തങ്ങളുടെ ചരിത്രം എങ്ങനെയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെപ്പോലെ ഒരു കുട്ടിയായിരുന്നു, പിന്നീട് വളർന്ന യുവാവായി, ആടുമേച്ച് നടന്നു, പിന്നീട് കച്ചവടക്കാരനായി, അല്ലേ? അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സമൂഹത്തിലെ തെറ്റായ ജീവിതശൈലി കണ്ടിട്ട് ജനങ്ങളാകെ വളരെ മോശമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നില്ലേ, ലിബറലിസവും അതുപോലെ എത്തിസവും നിരീശ്വരവാദവും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പലതരം ചിന്താഗതികളാണല്ലോ ആളുകൾക്ക്. അവരവർക്ക് തോന്നും പോലെ ജീവിക്കുകയാണിപ്പോൾ. അതാണ് ലിബറലിസം, അല്ലേ? എൻ്റെ ജീവിതം എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയാണ്. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ തുടങ്ങുക. കള്ള് കുടിച്ചും അതുപോലെ ലഹരി ഉപയോഗിച്ചും വളരെ മോശം കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെ മനുഷ്യരിങ്ങനെ വളരെ മോശമായപ്പോൾ ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അതിലൊന്നും അകപ്പെടാതിരിക്കാൻ വല്ലാതെ മാനസിക പ്രയാസത്തോടെ കഴിച്ചുകൂട്ടിയ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിലേക്ക് പോവാണ്. മസ്ജിദുൽ ഹറമിൻ്റെ അവിടെ നിന്ന് കുറച്ച് അകലെയാണ് ഹിറാ ഗുഹ. ജബലുൻ നൂർ എന്നു പേരുള്ള ഒരു മലയുണ്ട്, പ്രകാശത്തിൻ്റെ മലയാണത്, അങ്ങനെയാണ് അതിൻ്റെ പേര്. അതിൻ്റെ മുകളിലുള്ളൊരു ഗുഹയാണ്.
ആ ഗുഹയിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചു കൂട്ടാൻ തുടങ്ങി. ഇന്നും താഴെ നിന്ന് നല്ല ആരോഗ്യമുള്ള ഒരാൾ കയറി പോവുകയാണെങ്കിൽ, അവിടെ കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട്, അതിൽ കയറി പോവുകയാണെങ്കിൽ തന്നെ ഒരു മണിക്കൂറിലധികം സമയം വേണ്ടി വരും. അങ്ങനെ കുത്തനെയുള്ള ഒരു മലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടി ധ്യാനിച്ചിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമസ്കരിക്കാനൊന്നും അറിയില്ലല്ലോ. കാരണം ഖുർആൻ അവതരിച്ച് തുടങ്ങിയിട്ടില്ല, ഇസ്ലാം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ആ ഒരവസ്ഥയിലാണ്. പക്ഷേ അള്ളാഹുവെക്കുറിച്ച് ഓർത്ത് ധ്യാനിച്ച് അവിടെ ഇങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന നാളുകളാണ്. ചിലപ്പോൾ കുറേ നാളുകൾ കഴിയുമ്പോൾ താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ വീണ്ടും വസ്ത്രങ്ങളും ഭക്ഷണമൊക്കെ കൊടുത്ത് അപ്പോൾ വീണ്ടും അവിടുന്ന് തിരിച്ച് ഹിറാ ഗുഹയിലേക്ക് പോകും. ചിലപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ തന്നെ ഭക്ഷണപ്പൊതിയും വസ്ത്രങ്ങളൊക്കെ ആയിട്ട് ആ മല കയറിയിട്ട് മുകളിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ അവിടെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു നാളിൽ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നു ചേരാൻ 600 ചിറകുകളിൽ. ആലോചിച്ച് നോക്കൂ, ആ മലയുടെ ഏറ്റവും മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ ആ മലയെ മൂടിപ്പൊതിയും വിധത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ പറന്നിറങ്ങാൻ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ച് അണയ്ക്കുന്നു. ഇഖ്റ, നീ വായിക്കുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അവിടത്തോട് കൽപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ പേടിച്ചു വിറക്കുന്നു. മാ അന ബിഖാരി, ഞാൻ വായന അറിയുന്നവനല്ല എന്ന് പറയുന്നുണ്ട്. വീണ്ടും പിടിച്ചണക്കുകയാണ്. വാരിയല്ലുകളൊക്കെ കോർത്തു പോകും വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ച് ശക്തിയായിട്ട് അണച്ചു പിടിച്ചു. അപ്പോഴും അവിടുന്ന് പേടിച്ചുകൊണ്ട് പറയാണ്, മാ അന ബിഖാരി, ഞാൻ വായന അറിയുന്നവനല്ല. മൂന്നാമതും ഇതേപോലെ പിടിച്ചണച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലിക്കേൾപ്പിക്കുകയാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇങ്ങനെ ആദ്യത്തെ 5 സൂക്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചരണ്ടു പോയി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ആ മലയിറങ്ങി താഴേക്ക് വന്ന് പ്രിയതമ ഖദീജ ബീവിയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ജമ്മിലൂനി പറയുന്നുണ്ട്, എന്നെ ഒന്ന് പുതപ്പിക്കൂ ഖദീജ എന്ന് പറയുന്നു. അങ്ങനെ പുതപ്പിനുള്ളിൽ കുറച്ച് നാളുകൾ അവിടുന്ന് പനിച്ച് കിടന്നു പോകുന്നുണ്ട്. പിന്നീട് ഖദീജ ബീവിയുടെ കസിൻ ബ്രദറായ വറഖത്ത് ബിനു നൗഫൽ എന്ന ആ കാലത്തെ ഒരു പണ്ഡിതൻ്റെ അടുക്കലേക്ക് പോകുന്നു. അദ്ദേഹം വളരെ പ്രായമേറിയ, കണ്ണ് കാണാൻ കഴിയാത്ത അവശനായ അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണെന്ന് പറഞ്ഞതെന്നറിയോ? ആ വന്നത് നാമൂസ് ആണ് എന്നാണ്. അഥവാ തൗറാത്തിലെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നാമൂസ് എന്ന് പറയുന്നുണ്ട്. ആ മലക്ക് തന്നെയാണ്, വഹയുമായി വരുന്ന മലക്കാണ് വന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ ഞാൻ പിന്തുടരും എന്ന് പറഞ്ഞു. പക്ഷേ താങ്കൾ ആദ്യമായിട്ട് പ്രയാസപ്പെടുത്തുന്നത് സ്വന്തം കുടുംബക്കാർ തന്നെയായിരിക്കും എന്ന് റസൂലുള്ളാഹിനോട് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടെ തിരിച്ച് ചോദിക്കുന്നുണ്ട്, എൻ്റെ കുടുംബക്കാർ, എൻ്റെ ബന്ധുക്കൾ എന്നെ ഒറ്റപ്പെടുത്തുമോ? എന്നെ എൻ്റെ നാട്ടിൽ നിന്ന് പുറത്താക്കുമോ? അതെങ്ങനെ സംഭവിക്കാനാണ്? അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ്, സ്വന്തക്കാരാലാണ് പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അതിനെ തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവമാകുന്നതാണ് പിന്നീട് നാം കാണുന്നത്. അപ്പോൾ അവിടെ അവതരിച്ചത് ആദ്യത്തെ 5 സൂക്തങ്ങളാണ്. പിന്നീടുള്ള 14 സൂക്തങ്ങളില്ലേ, അവയുടെ പശ്ചാത്തലം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ഏറ്റുവാങ്ങി. അങ്ങനെ പിന്നീട് വഹി അവതരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറമിൽ മക്കയിൽ പോയിട്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഈ നമസ്കാരം ആളുകൾ കൗതുകത്തോടെ, അത്ഭുതത്തോടെ നോക്കി നിൽക്കും. മുഹമ്മദ് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്ന നിലയ്ക്ക്. ആ സമയത്ത് അബൂ ജഹൽ എന്ന ഖുറൈശികളുടെ നേതാവ്, വലിയ ധിക്കാരിയായിരുന്നു. നേരത്തെ അബൂ ലഹബിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിട്ട് മാറിയ ആളാണ് അദ്ദേഹം. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ അടുത്ത് വന്നുകൊണ്ട് മുഹമ്മദ് എങ്ങാൻ ഇവിടെ വന്ന് നമസ്കരിക്കുന്നത് കണ്ടാൽ അവൻ്റെ മുഖം പിടിച്ച് മണ്ണിൽ ഉരച്ച് കളയണം എന്നൊക്കെ വന്ന് പറയാൻ തുടങ്ങി അദ്ദേഹം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുത്ത് നമസ്കരിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ചാടി വീണ് മുന്നോട്ട് വരാൻ ശ്രമിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് അയാൾ നിന്നുപോയി. എന്നിട്ട് പേടിച്ച് പിന്മാറുകയാണ്.
എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ മുമ്പിൽ ഒരു വലിയ കിടങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ഞാനെങ്ങാൻ ഒരടി മുന്നോട്ട് നടന്നെങ്കിൽ അതിലകപ്പെട്ടു പോയേനെ. എന്തൊക്കെയോ ശബ്ദങ്ങളുണ്ട് അതിൽ, ഭയപ്പെടുത്തുന്ന ചിറകുകൾ ഇങ്ങനെ വല്ലാതെ അടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ ഭയപ്പെട്ടു പോയതുകൊണ്ട് പിന്മാറിയതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ടും അബൂജഹലിന് യാതൊരു മാനസാന്തരവും ഉണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാല കൊണ്ടുവന്നിട്ട് അവിടുത്തെ പിടലിയിൽ കൊണ്ടുവന്നിട്ടില്ലേ? ഇപ്പം നിങ്ങളെപ്പോലുള്ള ഒരു മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ആണ്, അത് വന്നിട്ട് ആ കഴുത്തിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുത്തത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഏർപ്പെടുമ്പോൾ തടയാൻ ശ്രമിച്ചിരുന്നു അബൂജഹൽ. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള 14 ആയത്തുകളിൽ അള്ളാഹു തആല അബൂജഹലിൻ്റെ ഈ ധിക്കാര മനോഭാവത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഒരു കാരണവശാലും പ്രവാചകരെ താങ്കൾ അവനെ അനുസരിച്ചു പോകരുത് എന്ന് ഈ സൂറയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല അള്ളാഹു തആല ഖുർആൻ വായിക്കുന്ന, ഈ സൂറ പാരായണം ചെയ്യുന്ന നാം ഓരോരുത്തരോടും ചോദിക്കാൻ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾ നമസ്കരിക്കുമ്പോൾ അയാളെ തടയുന്ന ആളാണോ ശരി? ആ നമസ്കരിക്കുന്ന ആൾ സന്മാർഗം ലഭിച്ച ശരിയായ സത്യസന്ധനായ ആളാണെങ്കിലോ? മറ്റേയാൾ കള്ളം പറയുന്ന, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലോ? നിങ്ങൾ ഏത് പക്ഷത്താണ് ചേരുക എന്ന് നമ്മോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അഥവാ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നന്മയുടെ, നീതിയുടെ പക്ഷത്ത് മാത്രമേ നാം നിൽക്കാൻ പാടുള്ളൂ എന്ന് ഈ സൂറ മൊത്തത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനാൽ ഈ സൂറത്തുൽ അലഖ് വളരെ സവിശേഷമായൊരു സൂറയാണ്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള സൂറയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ കൂടുതൽ അറിയാനും പഠിക്കാനും വേണ്ടിയിട്ട് നാം ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂറത്തുൽ അലഖിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ചരിത്രങ്ങൾ യഥാവിധി അറിയുവാനും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.